സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത കുറയ്ക്കാൻ സർക്കാർ നീക്കം. സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ സർക്കാർ ഔദ്യോഗിക ഭേദഗതി നൽകി. തീരുമാനം പ്രാബല്യത്തിലായാൽ അസോസിയേറ്റ് പ്രൊഫസർമാർക്കും പ്രോ വൈസ് ചാൻസലർ ആകാം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇതൊരു വലിയ ഭേദഗതിയാണ്, ഒരു ഇളവിലേക്ക് പോവുകയാണ്. പ്രോ വൈസ് ചാൻസലർ ആകാൻ യോഗ്യത കുറയ്ക്കുക എന്നതിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, ചൊവ്വാഴ്ചയാണ് സർവകലാശാല ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാൻ നിയമസഭ തീരുമാനിച്ചത്. ഈ ബില്ല് പ്രകാരം പ്രോ വൈസ് ചാൻസലർക്ക് നേരത്തെ വൈസ് ചാൻസലർക്ക് ഉണ്ടായിരുന്ന പല അധികാരങ്ങളും പ്രോ വൈസ് ചാൻസലർ നൽകിക്കൊണ്ടാണ് ഈ ഭേദഗതി വരുന്നത്. അതേസമയം ഈ പ്രോ വൈസ് ചാൻസലർ ആകാൻ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഒന്നുകിൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പ്രൊഫസറോ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഇളവ് വരുത്താനാണ് ഇപ്പോൾ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം അസോസിയേറ്റ് പ്രൊഫസർമാർക്കും പ്രോ വൈസ് ചാൻസലർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്ന ഒരാൾക്ക് പ്രോ വൈസ് ചാൻസലർ ആകാനുള്ള അനുവാദം നൽകുന്നത് അല്ലെങ്കിൽ അവകാശം നൽകുന്നതാണ് ഈ ബില്ലിലെ ഭേദഗതി. നിലവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട സാഹചര്യത്തിൽ സർക്കാർ തന്നെ ഇതിനൊരു ഔദ്യോഗികമായി ഒരു ഭേദഗതി നിർദ്ദേശിക്കുകയാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ. ഈ ഭേദഗതി ഇത്തരത്തിൽ യോഗ്യത കുറഞ്ഞ ആൾക്കും പ്രോ വൈസ് ചാൻസലർ ആകാം എന്നുള്ള ഭേദഗതി ഇടത് അധ്യാപക സംഘടനകൾക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത് എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം ഈ പ്രോ വൈസ് ചാൻസലറേക്കാൾ താഴ്ന്ന പോസ്റ്റുകളായ രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ എന്നീ പോസ്റ്റുകൾക്ക് അസോസിയേറ്റ് പ്രൊഫസറിനേക്കാൾ മുകളിലുള്ള പോസ്റ്റായ പ്രൊഫസർ എന്നുള്ള യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുകയുള്ളൂ. അത് ഈ രീതിയിൽ ഈ യോഗ്യതയിൽ തന്നെ ചില പൊരുത്തക്കേടുകളും നിലനിൽക്കുന്നുണ്ട്. അനുജ, ശരി. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലാണ് പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത കുറയ്ക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത്. സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ സർക്കാർ ഔദ്യോഗിക ഭേദഗതി നൽകി. ഇത് പ്രാബല്യത്തിൽ വന്നാൽ അസോസിയേറ്റ് പ്രൊഫസർമാർക്കും പ്രോ വൈസ് ചാൻസലർ ആകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.